എന്തായാലും ഇത്തവണ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകാനാണ് RSSും BJPയും തയ്യാറെടുക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തിരിച്ചടി അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ഉത്തർപ്രദേശിൽ BJP പ്രതീക്ഷിച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. 70-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ട പാർട്ടിക്ക് BJPക്ക് കിട്ടിയത് 33 സീറ്റുകൾ മാത്രമാണ്. BJPക്ക് ദേശീയ തലത്തിൽ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഉത്തർപ്രദേശിലെ മോശം പ്രകടനം തന്നെയാണ്. അതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന്, RSS വളരെ സജീവമായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ തന്നെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും BJP സംസ്ഥാന നേതൃത്വവും തമ്മിൽ ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്താൻ BJPക്ക് സാധിച്ചിരുന്നില്ല. എന്തായാലും ആ തിരിച്ചടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരകയറാൻ ഉത്തർപ്രദേശിൽ BJPക്ക് സാധിച്ചു. മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഗംഭീര വിജയമാണ് BJP നേടിയത്. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ലും വിജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ സംയോജിതമായിട്ടാണ് ഇപ്പോൾ BJPയും RSSും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.